പേജ് നമ്പർ 15 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് 3 കിലോഗ്രാം ഓഫ് ആപ്പിൾ ഈസ് 520. 2 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും 3 കിലോഗ്രാം ആപ്പിളിൻ്റെയും കൂടി വില 520 ആണ്. ദ പ്രൈസ് ഓഫ് 3 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് 2 കിലോഗ്രാം ഓഫ് ആപ്പിൾ ഈസ് 480. 3 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപയാണ് എങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെയും വില, അതായത് 1 കിലോ ഓറഞ്ചിൻ്റെ വില എത്ര, 1 കിലോ ആപ്പിളിൻ്റെ വില എത്ര നോക്കാം. ദ പ്രൈസ് ഓഫ് 1 kg ഓറഞ്ച്, 1 കിലോ ഓറഞ്ചിൻ്റെ വിലയെ നമുക്ക് എക്സ് ആയിട്ടും ദ പ്രൈസ് ഓഫ് 1 kg ആപ്പിൾ, 1 കിലോ ആപ്പിളിൻ്റെ വിലയെ വൈ ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്താൽ എങ്ങനെ ക്വസ്റ്റ്യൻ മാറും? 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് 3 കിലോഗ്രാം ഓഫ് ആപ്പിൾ ഈസ് 520 എന്നല്ലേ. അപ്പോൾ 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് 3 കിലോഗ്രാം ഓഫ് ആപ്പിൾ ടുഗദർ 520 അല്ലേ, രണ്ടും കൂടി ചേർത്ത് 520 രൂപയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ പ്രൈസ് ഓഫ് 3 കിലോഗ്രാം ഓഫ് ആപ്പിൾ 3 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ദാറ്റ് ഈസ് 3x പ്ലസ് 2 കിലോഗ്രാം ഓഫ് ആപ്പിൾ 2 കിലോഗ്രാം ആപ്പിൾ, ഇത് രണ്ടും കൂടി ചേർത്ത് എത്ര വരും? 480 രൂപയാണെങ്കിൽ പെർ ഈച്ച് kg എത്രയാണെന്നാണ് ചോദ്യം, ഓരോന്നിനെയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ സെയിം ആണോ എന്ന് ആദ്യം നോക്കുക. ഇവിടെ 2 ഇവിടെ 3 ഡിഫറെൻറ്റ്, ഇവിടെയും ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെയോ വൈയുടെയോ കോഎഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ എക്സിനോട് ചേർന്ന് നിൽക്കുന്ന ആ നമ്പറാണ് കോഎഫിഷ്യൻറ്റ്, അത് സെയിം ആക്കണം. അപ്പോൾ 3 × 2 എങ്ങനെ സെയിം ആക്കാം നോക്കുക. ഈ ഇക്വേഷനെ ഞാൻ ഒരു 3 കൊണ്ടും ഈ ഇക്വേഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആവില്ലേ? നോക്കാം. 3 എല്ലാ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഇതിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 × 2 6x പ്ലസ് 3 × 3 9y ഈക്വൽ ടു 520 × 3 61560 അല്ലേ? ഓക്കെ, കറക്റ്റാണ്. അടുത്തത് ഈ 2 കൊണ്ട് ഈച്ച് ആൻഡ് എവറി ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 3 2s are 6, 2 2s are 4y വരും, 2 16 960 വരും. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ മൈനസ് ഇക്വേഷൻ സെയിമായി, 6x സെയിമായി. ഇനി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മൈനസ് ചെയ്താൽ ഇത് രണ്ടും കട്ടായിപ്പോവും. 9y മൈനസ് 4y ദാറ്റ് ഈസ് ഈക്വൽ ടു 5y ഈക്വൽ ടു ഇത് 4 വരും. 15 6 പോയാൽ 9. ഇവിടെ ഇനി 14ആണ്. ഇത് 0 ആയിരുന്നു കേട്ടോ, ടീച്ചർ എഴുതിയപ്പോൾ 6 പോലെ ആയതാണ്. സോ 0 മൈനസ് 0 എന്ത് വരും? 0. ഇത് 0. 15 മൈനസ് 9 6 60 വരും. സോ 600. സോ y ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 12 അല്ലേ? 12 5 60. സോ ഇത് 12 എന്ന് വരും. റിമൈനിങ് ഒരു 0 ബാക്കിയുണ്ട്. സോ ആൻസർ ഈസ് 120. അപ്പം 1 കിലോ വൈ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരുന്നു? വൈ എന്ന് പറയുന്ന ആപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 1 കിലോ ആപ്പിളിൻ്റെ വില 120 റുപ്പീസാണ് കേട്ടോ. 1 കിലോ ആപ്പിളിൻ്റെ വില 120 റുപ്പീസാണ്. ഇനി നമ്മൾ ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിലിപ്പം ഏറ്റവും ചെറിയൊരു ഇക്വേഷനായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്താൽ വൈയുടെ വില അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. വൈക്ക് കിട്ടിയ വാല്യൂ എന്താണെന്നാണ് പറഞ്ഞത്? വൈക്ക് കിട്ടിയത് 120. സോ 3x പ്ലസ് 2 × 120 ഈക്വൽ ടു 480. വൈയുടെ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 3x പ്ലസ് 120 240 വരും. 240 ഈക്വൽ ടു 480. സോ 3x ഈക്വൽ ടു എക്സ് കണ്ടുപിടിക്കാൻ എക്സിൻ്റെ കൂടെയുള്ള അത്രയും പേരെ നമ്മൾ എന്ത് ചെയ്യുക? കളയാൻ വേണ്ടി മായ്ച്ചു കളഞ്ഞാൽ പോരാ, ആ റൂൾ അനുസരിച്ച് തന്നെ മാറണം. ഈക്വൽട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനെ നമ്മൾ ചടിക്കണം. എങ്ങനെ ചടിക്കണം? പ്ലസ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ അത് 480 മൈനസ് 240 എന്ന് പറഞ്ഞാൽ 240 തന്നെയാണ്. ദെൻ ഇൻറ്റു ഈക്വൽട്ടിൻ്റെ എക്സിനെ തനിച്ചാക്കണ്ടേ? അപ്പോൾ ഇൻറ്റു 3 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3. സോ 240 ഡിവൈഡഡ് ബൈ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 80. അപ്പോൾ 1 കിലോ ഓറഞ്ചിൻ്റെ വില എത്ര വന്നു? 80. മനസ്സിലായോ? ഓറഞ്ചിൻ്റെ 1 കിലോയുടെ വില മനസ്സിലായി, ആപ്പിളിൻ്റെയും 1 കിലോയുടെ വില മനസ്സിലായി. ക്ലിയർ അല്ലേ? അടുത്ത പേജ് നമ്പർ 16 ചോദ്യമാണ്. അടുത്ത ചോദ്യം,
എ വയർ 1 meter ലോങ് ഈസ് കട്ട് ഇൻ ടു 2 പീസസ്. 1 മീറ്റർ നീളമുള്ള ഒരു കയറിനെ നമ്മൾ രണ്ടാക്കി മുറിക്കുന്നു. വൺ ഓഫ് വിച്ച് ഈസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ ആൻഡ് അതർ ഇൻ ടു ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ മുറിച്ച ഒരു കഷ്ണത്തിനെ നമ്മൾ ഒരു ചതുരമാക്കിയും സമചതുരമാക്കിയും മറ്റേ കഷ്ണത്തിന് നമ്മളൊരു സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളാക്കി നമ്മൾ തറയിൽ വെച്ച് അതിനെ മടക്കിയെടുത്തു. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. സ്ക്വയറിൻ്റെ 2 times എടുക്കുന്നതും അതിൻ്റെ നീളവും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 2 times എടുക്കുന്നതും കൂടെ കൂട്ടിയാൽ 71 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്? അങ്ങനെയാണ് ആ പീസസിൻ്റെ ലെങ്ത് എത്രയായിരുന്നു നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞ പ്രകാരം 1 മീറ്റർ നീളമുള്ള ഒരു റിബൺ അല്ലേ, അല്ലെങ്കിൽ ഒരു ചരട്. ഈ ചരടിനെ നമ്മൾ എന്താക്കി രണ്ടാക്കി മുറിച്ചു. അപ്പോൾ നേർ പകുതി എന്നൊന്നുമല്ല, ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എക്സ് എന്നും ഇതൊന്ന് വൈ എന്നും നമുക്ക് എടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്താൽ എത്രയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 മീറ്റർ എന്നാണ് അല്ലേ. നമുക്ക് ഈ മീറ്റർ സെൻറ്റിമീറ്ററിലാണല്ലോ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 3 times ഓഫ് ദ സൈഡ് of the square and 2 times the side of the equilateral triangle make 71 centimeter എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സെൻറ്റിമീറ്ററിലേക്കും കൂടെ ആദ്യം ഒന്ന് എഴുതി വെച്ചേക്കാം. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കഷ്ണത്തിന് ഇതിനെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു ബെൻഡ് ചെയ്ത് മടക്കി നമ്മളിതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എത്ര? ഫുൾ എക്സ് ആണല്ലോ. അപ്പോൾ ഒരു സൈഡ് എന്ന് വെച്ചാൽ x/4 അല്ലേ, 4 കഷ്ണമാക്കിയല്ലേ മാറിയത്. അതുപോലെ ഇതിനെ എന്താക്കി മാറ്റി? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എത്ര വരും? 3 ആക്കിയല്ലേ ബെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് y/3. ഇനി അവർ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഈ സൈഡിൻ്റെ ഒരു സൈഡിൻ്റെ 3 ടൈംസും സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ 3 ടൈംസും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ 2 ടൈംസും, ദാറ്റ് ഈസ് 2 ഇൻറ്റു y/3 കൂടെ ആഡ് ചെയ്താൽ 71 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എത്ര എന്നാണ് ചോദ്യം. നോക്കാം, ഇവിടെ ചെയ്യാം. സോ ഒന്നുകൂടെ എഴുതാം. ഇവിടുന്ന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് 100 എന്ന് കിട്ടി. അടുത്തത് 3x/4 പ്ലസ് 2y/3 ഈക്വൽ ടു 71. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഫ്രാക്ഷനായിട്ട് വന്ന നമ്പറിനെ നമ്മൾ എന്താക്കണം? ഇതൊരു നിരപ്പയിലാക്കണം, നിരപ്പയിൽ പാപ്പിയാക്കണം. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? താഴെ ഒന്നും കാണാൻ പാടില്ല, ഡിനോമിനേറ്ററിലെ ആൾ കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? LC എടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പ്രകാരം ഇത് 3 3s are 9x പ്ലസ് 4 2s are 8y ഡിവൈഡഡ് ബൈ 12. ഇങ്ങനെയും കൂടെ മൾട്ടിപ്ലൈ ആണ്. 12 ഈക്വൽ ടു 71. ഇനി എന്ത് ചെയ്യുക? ഈ 12 കൂടി മാറണം. 12നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 9x പ്ലസ് 8y ഈക്വൽ ടു 71 ഇൻറ്റു 12. സോ 9x പ്ലസ് 8y ഈക്വൽ ടു 852. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. അപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണമല്ലോ. അപ്പോൾ ഇവിടെ 9x ആണ്, ഇവിടെ വെറും എക്സ്. അപ്പം നമ്മൾ 9 കൊണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 9 ഇൻറ്റു എക്സ് 9x 9 ഇൻറ്റു വൈ 9y ഈക്വൽ ടു 9 ഇൻറ്റു 10. 10 അല്ല, 9 ഇൻറ്റു 100 900. ഇവിടെ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ തിരിച്ചെഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ മതി. 9x പ്ലസ് 9y ഈക്വൽ ടു 900. 9x പ്ലസ് 8y ഈക്വൽ ടു 800. നേരെ എഴുതാം കേട്ടോ. മൈനസ് ഇട്ട് എഴുതി മൈനസ് കട്ട് ചെയ്താൽ മതി. മൈനസ് എന്നൊക്കെ കാണുമ്പോൾ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ടീച്ചർ തിരിച്ച് പറഞ്ഞത്. സോ ഇത് രണ്ട് കട്ടായിപ്പോയി. 9y മൈനസ് 8y എന്ന് പറയുമ്പോൾ വെറും y വരും. 900 മൈനസ് 852 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 48 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആയിരുന്നല്ലോ 100. സോ ഇവിടെ y ഈക്വൽ ടു 48 വന്ന സ്ഥിതിക്ക് എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു 100 മൈനസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു 58. അപ്പോൾ ആ ചരടുകളുടെ നീളം എങ്ങനെയായിരുന്നു? ചരടിൻ്റെ നീളം എന്ന് പറയുന്നത് ഇത്രയും നീളം 48ഉം ഈ നീളം എക്സ് എന്ന് പറയുന്നത് 58, ഇത്
48 വരെ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. 4 years ago റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. 3 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് എക്സ് ആയിട്ട് മറ്റോ കൺസിഡർ ചെയ്ത ആ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ്. ആഫ്റ്റർ 2 years 2 വർഷം കഴിഞ്ഞ് ദിസ് വുഡ് ബിക്കം 2 times, അതെന്തായി? 2 മടങ്ങായി മാറി. 3 മടങ്ങ് എന്നുള്ളത് 2 മടങ്ങായി മാറി. വാട്ട് ആർ ദെയർ ഏജസ് നൗ? ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. നോക്കാം. 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജിനെ നമ്മൾ എക്സ് ആയിട്ടും രാമുവിൻ്റെ ഏജിനെ വൈ ആയിട്ടും കൺസിഡർ ചെയ്താൽ 4 വർഷം മുമ്പ് ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള ബന്ധം എന്താ? റഹീമിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അല്ല, ഇതിനെ കൺസിഡർ ചെയ്യേണ്ട. നമുക്കിതിനെ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ എക്സ് മൈനസ് 3y ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആയല്ലോ? ദെൻ ആഫ്റ്റർ 2 years 2 വർഷം കഴിഞ്ഞു. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 2 പേർക്ക് 2 വയസ്സ് കൂടുമല്ലോ. 2 വർഷം കഴിയുമ്പോഴത്തെ ഇവരുടെ വയസ്സിൻ്റെ കണ്ടീഷൻ എന്താ? അതായത് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലായി? ഇയാളുടെ വയസ്സിൻ്റെ 2 മടങ്ങിന് തുല്യമായി. ദാറ്റ് ഈസ് 2 ഇൻറ്റു വൈ പ്ലസ് 2. ഇവിടെ ഇക്വേഷൻ ഒന്ന് വൃത്തിയാക്കി എഴുതുക മീൻസ് ഇതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി എഴുതുക. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 2y പ്ലസ് 2 2s are 4 വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. അതായത് വൈകളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ വൈ ഇല്ലാത്ത ടൈമിനെ അങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2y ഈക്വൽ ടു പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ -2, സോ 4 - 2. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നോക്കാം. എക്സ് മൈനസ് 3y ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷനും എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്നൊരു ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മൈനസ് ചെയ്യാം. കാരണം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ സെയിം ആയതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. കാണുന്നില്ലായിരുന്നല്ലേ, മറന്നുപോയി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ കട്ടായി പോവും. -2 -2 ശ്രദ്ധിച്ചേ. -2 -3 ഇതെങ്ങനെ മൈനസ് ചെയ്യുക? 2 മൈനസ് അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കുന്നത്? ഈ മൈനസ് ഇങ്ങോട്ട് മറിഞ്ഞ് വീഴുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി? -2 + 3. ഒരു പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് വലിയ സംഖ്യ അടിച്ചിട്ട് അപ്പോൾ 3 - 2 1 വരും. സോ ആൻസർ ഈസ് 1y ഈക്വൽ ടു 2 - 2 0. 1y മീൻസ് y ഈക്വൽ ടു 2. റഹീമിൻ്റെ വയസ്സ് 4 വർഷം മുമ്പ് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? റഹീമിൻ്റെ വയസ്സ് 4 വർഷം മുമ്പ് എത്രയാണ്? 2. അപ്പോൾ അതിൻ്റെ 3 മടങ്ങെന്ന് വെച്ചാൽ മറ്റവൻ്റെ വയസ്സ് എത്രയാണ്? 6. ഇനി 2 വർഷത്തിന് ശേഷം 2 വർഷം ആകുമ്പോൾ 2 പേർക്ക് 2 വർഷം കൂടി, ഇവിടെയും 2 വർഷം കൂടി. ഇപ്പോൾ ഇത് എത്രയായി? 4. ഇതെത്രയായി? 8ആയി. 4ൻ്റെ ഇരട്ടി ഡബിൾ ആയില്ല. ആദ്യം 3, ഇത് 2ൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ 4ൻ്റെ 2 മടങ്ങായി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേജിൽ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ.